അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, റമളാൻ മാസത്തിലെ ഓരോ ദിവസങ്ങളും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുണ്യം കരസ്ഥമാക്കാനുള്ള വളരെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ ആളുകളാണ് നമ്മളെല്ലാവരും. ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് ധാരാളം തവണ നമ്മൾ കേട്ട് വായിച്ച് പരിചയപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. പരിശുദ്ധ ഖുർആൻ അവതീർണമായ ഒരു മാസമാണ് റമളാൻ മാസം. എന്നാൽ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അതിൻ്റെ അധ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. അതായത് ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുക്കുന്നത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അതാദ്യമായിട്ട് കേൾപ്പിച്ചു കൊടുത്ത് ഒരു സമൂഹത്തെ പരിവർത്തനം ചെയ്യിപ്പിച്ച് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി മാറ്റിയ ചരിത്രം നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായമായ സൂറത്തു തൗബയിലെ 100-ാമത്തെ ആയത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു അവരെക്കുറിച്ച് പറയുന്നത് റളിയല്ലാഹു അൻഹും വറളു അൻഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന്. ഇങ്ങനെ ആ ഒരു സമൂഹത്തെ ഏറ്റവും നല്ല ആളുകളായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടു എന്ന് പറയണമെങ്കിൽ അവരുടെ വിശ്വാസം നല്ലതായിരിക്കണം, അവരുടെ സ്വഭാവം നല്ലതായിരിക്കണം, അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ നല്ലതായിരിക്കണം. എങ്ങനെയാണ് ഈ രൂപത്തിലൊരു നന്മ അവർക്ക് സ്വായത്തമാക്കാൻ സാധിച്ചത്? അത് പരിശുദ്ധ ഖുർആൻ വായിച്ചിട്ടാണ്, അത് പരിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടാണ്, അത് ജീവിതത്തിൽ പകർത്തിയിട്ടാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കുമ്പോൾ ആ സഹാബികൾ, പ്രവാചകൻ്റെ അനുചരന്മാരായിട്ടുള്ള ആളുകൾ, അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ആളുകൾ, അവർ മാറിയതുപോലെ, അവർക്ക് പരിവർത്തനം സംഭവിച്ചതുപോലെ നമ്മുടെ സ്വഭാവത്തിലും പരിവർത്തനം സംഭവിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വഭാവത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ പ്രകടമാകേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്തുകൊണ്ട് ആ രൂപത്തിലുള്ള മാറ്റങ്ങൾ പലപ്പോഴും വിശ്വാസികളിൽ കാണുന്നില്ല? സ്വഭാവത്തിൻ്റേതായ ദൂഷ്യങ്ങളുണ്ട്, കുടുംബത്തിൽ പെരുമാറലിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, മാതാപിതാക്കളുമായി ഇടപഴകുമ്പോഴുള്ള ന്യൂനതകൾ സ്വഭാവത്തിൽ മുഴഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ബാഹ്യമായി ഖുർആനിൻ്റെ വക്താവാണ് എന്ന് പറയുകയും എന്നാൽ അതോടൊപ്പം പരിശുദ്ധ ഖുർആനിൻ്റെ ആശയം, പരിശുദ്ധ ഖുർആൻ സംസാരിച്ച വിഷയങ്ങൾ അത് അതേ രൂപത്തിൽ നെഞ്ചോട് ചേർക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണമായിട്ട് എടുത്തു പറയാനുള്ളത്. ഇവിടെയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. അതായത് പരിശുദ്ധ ഖുർആനിനെ എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആയത്തുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ സൂക്തങ്ങളും പ്രവാചകൻ ഓതി കേൾപ്പിച്ച് അതിനെ വിശദീകരിച്ചു കൊടുത്ത് അതിൻ്റെ പ്രഥമ സംബോധിതരായിട്ടുള്ള ഒരു സമൂഹം നിലവിലുണ്ട്. അവരെ സലഫു സാലിഹീങ്ങൾ എന്ന് നമ്മൾ സാങ്കേതികമായിട്ട് വിശേഷിപ്പിക്കാറുണ്ട്. പൂർവികരായിട്ടുള്ള, പൂർവസൂരികളായിട്ടുള്ള ഏറ്റവും നല്ല ആളുകൾ അവരാണ് എന്നാണ് നമ്മൾ പറയാറ്. അവർക്ക് ഏറ്റവും നല്ല ഒരു ക്വാളിഫൈ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സംസാരം അള്ളാഹുവിൽ നിന്ന് ലഭിച്ചു. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ലഭിച്ചു. പ്രവാചകൻ പറഞ്ഞതെന്താ? ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമമായിട്ടുള്ള തലമുറ അത് എൻ്റെ ഈ തലമുറയാണ് എന്ന്. അതായത് പ്രവാചകൻ്റെ അനുചരന്മാർ ജീവിച്ചിരിപ്പുള്ള ആ ഒരു തലമുറ, പിന്നെ അതിന് ശേഷമുള്ള തലമുറ, പിന്നെ അതിന് തൊട്ടടുത്ത് വരുന്ന തലമുറയാണ്. അതായത് ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ, ആദ്യത്തെ 3 തലമുറകൾ, ഇവരാണ് ഇസ്ലാമിക ദൃഷ്ടിയിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമൂഹമായിട്ട് എല്ലാ ആളുകളും അംഗീകരിക്കുന്നത്. അവരാരാണ്?
ഒന്നാമത്തെ തലമുറ സ്വഹാബികളുടേതാണ്. പ്രവാചകനെ നേരിൽ കണ്ട്, പ്രവാചകനെ നേരിൽ കാണുമ്പോൾ വിശ്വാസിയായി, പിന്നീട് മരണം വരെ ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ച, പ്രവാചകനിൽ നിന്ന് ദീൻ പഠിക്കാൻ സൗഭാഗ്യം ലഭിച്ച ആളുകളെയാണ് സ്വഹാബികളെന്ന് നമ്മൾ പറയുന്നത്. സാങ്കേതികമായിട്ട് സ്വഹാബികളെന്ന് പറയുമ്പോൾ, പ്രവാചകൻ്റെ അനുചരന്മാർ എന്ന് പറയുമ്പോൾ, അതിനെ തുടർന്നുള്ള തലമുറ അവരെ താബിഈങ്ങൾ എന്ന് നമ്മൾ പറയും. എന്താണ് താബിഈങ്ങൾ? സ്വഹാബികളെ നേരിൽ കാണാൻ സൗഭാഗ്യം ലഭിച്ച ആളുകളാണ്. പ്രവാചകൻ്റെ അനുചരന്മാരെ നേരിൽ കണ്ട് അവരിൽ നിന്ന് മതം പഠിക്കാൻ സൗഭാഗ്യം ലഭിച്ച ആളുകളെ സാങ്കേതികമായിട്ട് താബിഈങ്ങൾ എന്ന് പറയുന്നു. ആ താബിഈങ്ങളെ നേരിൽ കണ്ട് അവരിൽ നിന്ന് മതം പഠിക്കാൻ സൗഭാഗ്യം ലഭിച്ച ആളുകൾ, അവരെയാണ് തബഉ താബിഈങ്ങൾ എന്ന് നമ്മൾ സാങ്കേതികമായിട്ട് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ ഉത്തമ തലമുറയായിട്ട് വിശേഷിപ്പിച്ച ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽപ്പെട്ട ആളുകൾ, ആ 3 നൂറ്റാണ്ടുകളിൽപ്പെട്ട ആളുകളെ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകളാണ് എന്ന് ഒരു സർട്ടിഫിക്കറ്റ് നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴിയിലൂടെ അവരെക്കുറിച്ച് അങ്ങനെ പറയാൻ കാരണമാക്കിയത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയ, പരിശുദ്ധ ഖുർആനിലൂടെ വായിച്ചെടുത്ത, പരിശുദ്ധ ഖുർആൻ അവർ പഠിച്ചെടുത്ത കാര്യങ്ങളിൽ അവർ സ്വായത്തമാക്കിയിട്ടുള്ള അവരുടെ വിശ്വാസം, ആ വിശ്വാസത്തിന് അനുസൃതമായി കൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് അവരെ ഏറ്റവും ഉത്തമരായിട്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ, നമുക്കിടയിൽ പല രൂപത്തിലുള്ള സംസാരങ്ങളും ചർച്ചകളും തർക്കങ്ങളും ഭിന്നതകളും ഒക്കെ ഉണ്ടാകുമ്പോഴും അവിടെയെല്ലാം അതിന് പരിഹാരമായി കൊണ്ട് കടന്നു വരുന്നത് ഏറ്റവും ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ആളുകൾ ഇത്തരം വിഷയങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, ആ മനസ്സിലാക്കിയ അതേ രൂപത്തിൽ തന്നെ നമ്മൾ ആ ആയത്തിനെ മനസ്സിലാക്കണം എന്ന് ഷാഢ്യം പിടിക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകാറുണ്ട്. അത് ഈ വിഷയസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്നത് കൊണ്ടാണ്, ഭിന്നതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്? പരിശുദ്ധ ഖുർആനിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുലർത്തേണ്ട മര്യാദകൾ ഈ സലഫു സാലിഹീങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പൂർവ്വസൂരികളായിട്ടുള്ള ഉത്തമ തലമുറയിൽപ്പെട്ട ആളുകൾ തന്നെ നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ അവർ പറയുന്നത്? പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ സ്വഹാബികൾ, പ്രവാചകൻ്റെ അനുചരന്മാരായിട്ടുള്ള ആളുകൾ പഠിച്ചിരുന്നത് ആദ്യം 10 സൂക്തങ്ങൾ അവർ മനഃപ്പാടമാക്കും. ആ 10 സൂക്തങ്ങൾ മനഃപ്പാടമാക്കിയതിന് ശേഷം അവരുടെ ജീവിതത്തിലേക്ക് പകർത്തും. അങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് അത് പകർത്തിയതിന് ശേഷം മാത്രമാണ് അടുത്ത 10 സൂക്തങ്ങൾ അവർ പഠിക്കുക എന്നുള്ളതാണ്. അതായത് പരിശുദ്ധ ഖുർആൻ അത് പഠിക്കുന്നതോടൊപ്പം അത് ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട് തയ്യാറായ വലിയ ഒരു സമൂഹമായിരുന്നു അവർ എന്നുള്ളതാണ്. എന്താണ് ഇന്നത്തെ അവസ്ഥ? നമ്മൾ പരിശുദ്ധ ഖുർആൻ വായിക്കുന്നുണ്ട്, അത് മനഃപ്പാടമാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ജീവിതത്തിലേക്ക് പകർത്തുക എന്ന് പറയുമ്പോൾ അത് കേവലം വാചികമായിട്ട്, കേവലം അത് വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിട്ട് പലപ്പോഴും ഒതുങ്ങിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു വിഷയം തന്നെ അതാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലിമാ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യം നിങ്ങൾ എന്തിനാ പറഞ്ഞു നടക്കുന്നത് എന്ന്. അള്ളാഹുവിൻ്റെ ചോദ്യം പ്രസക്തമാണ്. നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് നിങ്ങൾ സമൂഹത്തിൽ പറഞ്ഞു നടക്കുന്നത്? ഖബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു നടക്കുക എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഈ ഒരു വിഷയം മാത്രം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സംസാരിക്കുന്ന ഈ ഒരു കാര്യം മാത്രം നമ്മളൊന്ന് പരിഗണിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും സ്വഭാവത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ജീവിച്ചു കാണിച്ച ആളുകളാണ് സ്വഹാബികൾ. അതുകൊണ്ടാണ് അവരെ ഉത്തമ മാതൃകയാക്കിക്കൊണ്ട് അവരെങ്ങനെയാണോ മതത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്, അവരെങ്ങനെയാണോ പരിശുദ്ധ ഖുർആനിനെ വായിച്ചെടുത്തിട്ടുള്ളത്, അതേ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വായിച്ചെടുക്കണം. അങ്ങനെ ആയാൽ നമുക്കെന്ത് സംഭവിക്കും? നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ ഈ വിഷയസംബന്ധമായിട്ട് പല ആളുകളും ഖുർആൻ പഠിക്കാൻ വേണ്ടി ധൃതി കാണിക്കുന്നു. പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കാൻ 4 ആളുകളുടെ മുമ്പിൽ അത് വിളിച്ചു പറയാൻ, അവിടെയൊക്കെ അത് ധൃതി കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തം എന്താണ് എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതായത് പ്രവാചകന്റെ അനുചരന്മാരിൽ ഏറെ അറിയപ്പെട്ട പരിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ എല്ലാ പണ്ഡിതന്മാരും മുഖ്യ അവലംബമായി എടുക്കാറുള്ള അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം വളരെ പ്രസക്തമാണ്.
അതൊരു ചരിത്രമാണ്. മുസന്നഫ് അബ്ദുറസാഖിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ചരിത്രം. ഇസ്ലാമിക ഭരണാധികാരിയായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഒരു സംഘം ആളുകൾ കാണാൻ വരുന്നു. ആ സംഘം ആളുകൾ കാണാൻ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങൾ? അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊക്കെ സൗഖ്യമാണ്, ജനങ്ങളെല്ലാവരും ഖുർആൻ പഠിക്കുന്നുണ്ട്, അവർ വളരെ ധൃതിയിൽ തന്നെ ഖുർആൻ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അന്നേരം ആ സദസ്സിലുണ്ടായിരുന്ന അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അവിടെ എടുത്തു പറഞ്ഞു, നിങ്ങളിങ്ങനെ ധൃതിയിൽ ഖുർആൻ പഠിക്കുന്നത് ശരിയല്ല, ധൃതിയിൽ ഖുർആൻ പഠിക്കുന്നത് അത് ശരിയല്ല, അതുകൊണ്ട് അത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അന്നേരം ഉമർ റളിയല്ലാഹു അൻഹു ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രയോഗം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവിടെ നിന്ന് സംസാരം നിർത്താൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തോട് ആ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വളരെ വിഷമത്തോടുകൂടി, വളരെ സങ്കടത്തോടു കൂടി അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അദ്ദേഹം വീട്ടിലേക്ക് പോയി. പോകുന്ന സമയത്തൊക്കെ തനിക്ക് വലിയ സ്ഥാനം കിട്ടിയിരുന്ന ആ ഒരു സദസ്സ്, അവിടെ അമീറുൽ മുഅ്മിനീനായ വിശ്വാസികളുടെ നേതാവായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നോട് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞത് വല്ലാത്ത വിഷമത്തോടു കൂടി അദ്ദേഹം വീട്ടിലേക്ക് പോവുകയാണ്. അദ്ദേഹം വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ വിരിപ്പിൽ അദ്ദേഹം കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നുകൊണ്ട് പറയുന്നുണ്ട്, താങ്കൾക്ക് എന്തു പറ്റി? അപ്പോൾ ഭാര്യ പറയാണ്, നിങ്ങളെന്നെ ഒന്ന് തനിച്ചിരിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരതിന് സമയം കൊടുത്തു, അവരതിനെ അനുവദിച്ചു. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൻ്റെ ഇരിപ്പിൽ കിടക്കുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വരുന്നു. ഭാര്യ വന്നുകൊണ്ട് പറയാണ്, അമീറുൽ മുഅ്മിനീൻ താങ്കളെ വിളിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പെടുന്നനെ എഴുന്നേറ്റ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു. അവിടെ ഉമർ റളിയല്ലാഹു അൻഹു വാതിൽക്കൽ നിൽക്കുകയാണ്. കണ്ട ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്, ഖുർആൻ ധൃതിയിൽ പഠിച്ചാൽ എന്താണ് അതിൻ്റെ പ്രശ്നമെന്നാണ്. അന്നേരം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുന്നത്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, ഞാൻ ഏതെങ്കിലും രൂപത്തിൽ അങ്ങേക്ക് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ഒരു സ്വഭാവം എന്നിൽ പ്രകടമായിട്ടുണ്ട് എങ്കിൽ ഞാനത് തിരുത്താൻ തയ്യാറാണ്, ഞാനതിന് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അന്നേരം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വന്ന കാര്യം അതല്ല, എനിക്കറിയേണ്ടത് ഖുർആൻ ധൃതിയിൽ പഠിച്ചാൽ എന്താണ് കുഴപ്പം എന്നതാണ്. അന്നേരം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു, ഖുർആൻ ധൃതിയിൽ പഠിച്ചാൽ എല്ലാ ആളുകളും, ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന ആളുകൾ, അവരെല്ലാവരും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് പറയും, ഹക്ക് ഞങ്ങളുടെ കയ്യിലാണ്, യാഥാർത്ഥ്യം ഞങ്ങളുടെ കയ്യിലാണ് എന്നവർ പറയും. അങ്ങനെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിടയിൽ തർക്കമുണ്ടാകും. അവർക്കിടയിൽ തർക്കമുണ്ടായി കഴിഞ്ഞാൽ അവരതിൻ്റെ പേരിൽ ഭിന്നിക്കും. അവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടായി കഴിഞ്ഞാൽ അവർ ആ വിഷയത്തിൻ്റെ പേരിൽ പരസ്പരം പോരടിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇത് മുസ്ലിം സമുദായത്തെ ശിഥിലമാക്കി കളയുന്ന ഒരു കാര്യമായിരിക്കും എന്ന് ദീർഘദൃഷ്ടിയോടുകൂടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അന്നേരം ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ ഖലീഫയായ ഭരണാധികാരിയായ ഉമർ റളിയല്ലാഹു അൻഹു അന്നേരം പറയുന്നത് എന്താ, താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ സമൂഹത്തോട് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് നിങ്ങൾ വെളിപ്പെടുത്തിയത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അന്നേരം പറഞ്ഞു എന്ന്. സഹോദരങ്ങളെ, ഒരുപാട് പാഠമുള്ള ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഇത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാഠമുള്ള ഒരു വിഷയം. അതായത് പരിശുദ്ധ ഖുർആൻ അങ്ങ് ധൃതിയിൽ പഠിച്ചുകൊണ്ട് അതിലെ ആയത്തുകൾ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ എടുത്തുകൊണ്ട് ഉദ്ധരിച്ച് സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണോ ആ താല്പര്യങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടി, അത് സമൂഹത്തിലേക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി യഥാർത്ഥമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഖുർആനിൻ്റെ ഉദ്ധരണികൾ വെച്ചു കൊടുക്കുക എന്ന് പറയുന്നത്, അത് പരിശുദ്ധ ഖുർആനിനോട് കാണിക്കുന്ന അനാദരവായിക്കൊണ്ടാണ് പണ്ഡിത ലോകം ചർച്ച ചെയ്യുന്നത്. അവിടെയാണ് ഈ വിഷയം പ്രസക്തമാകുന്നത്. ഖുർആൻ മനസ്സിലാക്കേണ്ടത് എവിടെയാണ്? പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കേണ്ടത് അത് ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലേക്കാണ്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ഈ ഖുർആനിനെ തൻ്റെ അനുയായികളായിട്ടുള്ള ആളുകൾക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടുള്ളത്, ആ വിശദീകരണങ്ങളിൽ ഒതുങ്ങി നിൽക്കുക എന്ന് പറയുന്നത് അത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഖുർആനിനോട് എന്ന് മാത്രമല്ല, ഏതൊരു വേദഗ്രന്ഥത്തോടും നമ്മൾ കാണിക്കേണ്ട ഒരു സമീപനം ഇതായിരിക്കണം. ഏതൊരു വേദഗ്രന്ഥത്തെയും അവിടെ നിന്നും ഇവിടെ നിന്നും ഒരു കഷ്ണം എടുത്തുകൊണ്ട് അതിൽ
അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാതെ, അതിൻ്റെ പ്രകരണം എന്താണ് എന്നുള്ളത് തിരിച്ചറിയാതെ സമൂഹത്തിലേക്ക് അതെടുത്തിടുന്നത് യഥാർത്ഥത്തിൽ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമല്ല. കുതർക്കികളായിട്ടുള്ള ആളുകളുടെ ഒരു സ്വഭാവമായിക്കൊണ്ടാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളെ കാണേണ്ടത്. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വിശിഷ്യ നമ്മൾ തിരിച്ചറിയണം, യഥാർത്ഥത്തിൽ ഭിന്നതകൾ ഒഴിവാക്കാൻ, പരസ്പരമുള്ള പോരാട്ടങ്ങൾ ഒഴിവാക്കാൻ, കക്ഷിത്വങ്ങൾ ഒഴിവാക്കാൻ, ഇവിടെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഐക്യമാർഗം സ്വീകരിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ അതിനുള്ള ഒരു പരിഹാരം ഖുർആനിൻ്റെ സൂക്തങ്ങളെ മനസ്സിലാക്കേണ്ടത് ഉത്തമ സമുദായത്തിൽപ്പെട്ട ഉത്തമ തലമുറയിൽപ്പെട്ട പ്രവാചകൻ്റെ തിരുമൊഴിയിലൂടെ പോരിശയാക്കപ്പെട്ട അവിടുത്തെ നാവിലൂടെ ഏറ്റവും നല്ല തലമുറയാണ് എന്ന് വിശേഷിപ്പിച്ച ആ 3 തലമുറകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് എന്നതാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രത്യേകതയായിക്കൊണ്ട് പറയാനുള്ളത്, ലോകത്ത് ഒരുപാട് സംഘടനകളുണ്ട്. സംഘടനകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്മാർ സംഘടിച്ചു കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പല പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. ആ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ പല രാഷ്ട്രീയമായിട്ടുള്ള പേരിലുള്ളതാകട്ടെ, മതപരമായിട്ടുള്ള അതിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളാകട്ടെ, ഇവിടെയൊക്കെ പല രൂപത്തിലുള്ള ഭിന്നതകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ ഭിന്നതകളെയൊക്കെ ഐക്യപ്പെടുത്താൻ എന്താ മാർഗമുള്ളത്? ആ ഭിന്നതകളൊക്കെ ഐക്യപ്പെടുത്തുക എന്ന് പറയുന്നത് അത് വലിയ ഒരു പരിഹാരമെന്ന് പറയുന്നത് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിൻ്റെ മുമ്പിൽ ഉണ്ടാവുക എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ പരിഹാരമെന്ന് പറയുമ്പോൾ ഇതൊക്കെ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ബുദ്ധിയിൽ നിന്ന് കടന്നു വരുന്ന ആശയങ്ങളായതുകൊണ്ട് തന്നെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഭിന്നതകൾ പരിഹരിക്കാൻ മാർഗങ്ങളില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഒരു ദൈവിക ഗ്രന്ഥത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവിടെ പരിഹരിക്കാനുള്ള മാർഗമുണ്ട്. പക്ഷേ ആ പരിഹാരം തേടാൻ, ആ പരിഹാരം വിശ്വസിച്ച് അംഗീകരിച്ചുകൊണ്ട് അത് സാക്ഷാത്കരിച്ചുകൊണ്ട് ജീവിതത്തിലൂടെ കാണിച്ചു തരാൻ തയ്യാറാവുക എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് അതിൻ്റെ വിജയം നിലകൊള്ളുന്നത് എന്ന്. അവിടെയാണ് നമുക്ക് പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം അതിലെ 59-ാമത്തെ സൂക്തം പ്രസക്തമാകുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ വ അത്തിയു റസൂല വ ഉലിൽ അംരി മിൻകും, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണമെന്നാണ്. അതായത് അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ സാധിക്കണം, പ്രവാചകനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് വിവിധങ്ങളായ രൂപത്തിലുള്ള നേതൃത്വങ്ങളുണ്ട്. അവിടെ കൈകാര്യകർത്തൃത്വം ആർക്കാണ് ഉള്ളത് അവരെ അനുസരിച്ചു കൊണ്ട് ജീവിക്കണം. സമൂഹത്തിൽ ഭിന്നതകളില്ലാത്ത, ഛിദ്രതകളില്ലാത്ത രൂപത്തിൽ ജീവിക്കാൻ അത് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. എന്നാലോ ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, തുടർന്ന് ആ ആയത്തിൽ, ആ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങളത് മടക്കണം. ആരിലേക്ക്? അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കണം, റസൂലിലേക്ക് നിങ്ങൾ മടക്കണമെന്നാണ്. അഥവാ ഖുർആനിലേക്ക് നിങ്ങൾ അതിനെ മടക്കണം. പ്രവാചകനിലേക്ക് മടക്കണമെന്ന് പറയുമ്പോൾ പ്രവാചകൻ്റെ ചര്യകളിലേക്ക്, സുന്നത്തുകളിലേക്ക് അതിനെ മടക്കണം. അത് മടക്കാൻ ആർക്കാ സാധിക്കുക? ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും അതുപോലെ തന്നെ പരലോകത്തും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മുസ്ലിം സമൂഹം അവിടെ അവലംബമാക്കേണ്ടത് അള്ളാഹുവിലേക്ക് മടക്കുക എന്ന ഖുർആനിലേക്ക് മടക്കാൻ സാധിക്കണം. പ്രവാചകനിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ ഹദീസുകളിലേക്ക്, പ്രവാചകൻ്റെ സുന്നത്തിലേക്ക് മടക്കാൻ സാധിക്കണം. അപ്പോൾ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ ഖുർആൻ എന്തു പറയുന്നു, പ്രവാചകൻ്റെ സുന്നത്ത് എന്തു പറയുന്നു, ആ ഒരു വിഷയത്തിലേക്ക് മടങ്ങാൻ സത്യവിശ്വാസികൾ തയ്യാറായി കഴിഞ്ഞാൽ അവിടെ ആ പ്രശ്നത്തിനുള്ള പരിഹാരമുണ്ടാകും എന്നുള്ളതാണ് ഖുർആൻ നിർദ്ദേശിക്കുന്ന മാർഗം. ഇത് സഹോദരങ്ങളെ ആർക്കാ സാധിക്കുക? ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹ്, അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവർക്കാണ് സാധിക്കുക. വയൗമിൽ ആഖിർ, പരലോകത്ത് നാളെ നമുക്കൊക്കെ ഒരു വിചാരണ വരാനുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നാളെ നമ്മളുടെ എല്ലാ നന്മ തിന്മകളെയും കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഏടുകൾ എടുത്തുകൊണ്ട് ആർക്കാണോ നന്മകൾ കൂടുതൽ അവർ സ്വർഗത്തിലും, ആർക്കാണോ തിന്മകൾ കൂടുതലുള്ളത് അവർ നരകത്തിലുമാണ് എന്ന് പറയുന്ന ആ ഒരു വിചാരണ നാളിൽ ആത്മാർത്ഥമായിട്ട് വിശ്വാസമുള്ള ആളുകൾ അവർക്കാണ് ഇതിന് സാധിക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സഹോദരങ്ങളെ, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള
ഒരു ഗ്രന്ഥമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ. ഈ ആശയങ്ങൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ മാസം. ആ റമദാൻ മാസത്തിന് പ്രത്യേകതകൾ നൽകിക്കൊണ്ട് അവിടെ പ്രത്യേകമായ നിലക്ക് നമ്മളത് പാരായണം ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കി അതിൻ്റെ ആശയം തിരിച്ചറിഞ്ഞ് അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ സാധിക്കണമെങ്കിലാണ് പരിവർത്തനം നമ്മളിൽ ഉണ്ടാവുക. ഏറ്റവും നല്ല ഒരു മനുഷ്യനായിക്കൊണ്ട്, ഉത്തരവാദിത്വ ബോധമുള്ള ഒരു മനുഷ്യനായിക്കൊണ്ട്, സ്രഷ്ടാവിനോടും സൃഷ്ടികളോടും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായിക്കൊണ്ട് ജീവിക്കാൻ അന്നേരം നമുക്ക് സാധിക്കുക. അങ്ങനെ ഏറ്റവും നല്ല ഒരു സത്യവിശ്വാസിയായിക്കൊണ്ട് ഈ ഭൂമിയുടെ പരപ്പിൽ നടന്നു പോകുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന അവൻ്റെ അടിയാറുകളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.